വന്നത് വളരെ വിനാശകരമായ ഒരു പ്രസ്താവനയാണ്. അത് പക്ഷെ തിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ ഒരു പ്രസംഗം നടത്തുമ്പോൾ കോഴിക്കോട് തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞു. ഒരു നാടിനെക്കുറിച്ചും അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. മതനിരപേക്ഷ മനസ്സാണ് മലപ്പുറത്തിൻ്റെത് എന്നത് അദ്ദേഹം വളരെ കൃത്യതയോടെ പറയുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളല്ല, മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളല്ല എന്ന് ദ ഹിന്ദു ദിനപത്രവും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് മലപ്പുറത്തെ പൈശാചികവൽക്കരിക്കുന്ന ഒരു പരാമർശം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ല. അത് മുഖ്യമന്ത്രിയും പറയുന്നു, അഭിമുഖം പ്രസിദ്ധീകരിച്ച പത്രവും പറയുന്നു. അതുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിച്ചു. രണ്ടാമത്തെ വിഷയം, എങ്ങനെ ആ വാചകം അവിടെ പ്ലാൻ ചെയ്യപ്പെട്ടു? അത് മനഃപൂർവ്വമാണോ അതോ ദേശീയ തലത്തിലെ PR ഏജൻസികളൊക്കെ അവരുടെ ഒരു മനോനില പ്രതിഫലിപ്പിക്കുന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ കാര്യത്തിൽ എങ്ങനെ ഈ PR ഏജൻസി രംഗത്തേക്ക് വന്നു എന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണം സർക്കാർ നൽകണമെന്ന ആവശ്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? അല്ല, ഈ സംഭവത്തിൽ ആരാണ് പ്രതി? ഞാൻ ആ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. CPM പ്രതിനിധിയോടും അതുപോലെ തന്നെ CPMന്റെ സഹയാത്രികനോടും ഒരൊറ്റ ക്വസ്റ്റ്യൻ. ഇതിൽ ആരാണ് പ്രതി? ആരാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടാൻ ഇടയായ സാഹചര്യം ഒരുക്കിയവരാര്? ആ ചോദ്യത്തിന് ഉത്തരവുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ കൈസൺ എന്ന ഈ PR ടീം. എങ്കിൽ ആ ടീമിനെ ഇതുവരെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി വന്നോ? ആരെങ്കിലും വന്നോ? അവർക്കെതിരെ ഗുരുതരപരമായ രാജ്യദ്രോഹത്തിന് കേസെടുക്കണ്ടേ? ആ രണ്ടെണ്ണത്തിനും തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടുപോയിടണ്ടേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇത്തരത്തിലുള്ള വളരെ മോശവും നിന്ദ്യവുമായ ഒരു ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇന്ന് മുഖ്യമന്ത്രി ഇന്നലെ ഈ പറഞ്ഞതും ഈ മാപ്പും കോപ്പും ഒന്നും ഉത്തരേന്ത്യക്ക് ബാധകമല്ല. അവിടെ ഓടിക്കൊണ്ടേയിരിക്കുക. കേരള സ്റ്റോറി തുടങ്ങുന്നത് എങ്ങനെയാണ്? അച്യുതാനന്ദനാണ് നായകനെക്കാട് വലിയ സ്ഥാനം. അച്യുതാനന്ദന്റെ സാധനം വെച്ച് ആ സ്റ്റോറി തുടങ്ങുന്നത്. ഇനി കേരള സ്റ്റോറിന്റെ രണ്ടാം ഭാഗം വന്നാൽ പിണറായിന്റെ ഹിന്ദുവിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആവും. ഇവിടെ എന്താണ് നിങ്ങൾ അമാന്തിച്ചിരിക്കുന്നത്? ഈ കൈസൻ എന്ന സ്ഥാനം എങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾ ആലോചിച്ച് നോക്കണം. സാധാരണ നിങ്ങൾ മാതൃഭൂമി അല്ലെങ്കിൽ മാതൃഭൂമി ദിനപത്രം, ഏത് പത്രമാകട്ടെ, ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം വേണമെങ്കിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് സമീപിക്കല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ഹിന്ദു അങ്ങോട്ട് സമീപിച്ചു ഇല്ല. ഹിന്ദുവിൽ തൻ്റെ ഒരു അഭിമുഖം വരണം എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അത്രമാത്രം ഈ രാജ്യത്തിലെ മീഡിയ ശ്രദ്ധിക്കാത്തൊരു മനുഷ്യനാണ് ഞാനെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിപ്പോയോ? അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് അങ്ങോട്ട് പോയൊരു പത്രത്തിനോട് ഒരു അഭിമുഖം ചോദിക്കാൻ ഈ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയത്? മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഈ കൈസന്റെ പ്രതിനിധികൾ പോയത്? ഇനി അല്ല, തന്റെ സമ്മതത്താലല്ല എന്ന് വെച്ചാൽ അങ്ങനെയാണ് കേരള ഹൗസിലെ ഈ കൊച്ചിൻ ഭവനിൽ ഈ 30 മിനിറ്റ് ഇവർക്ക് വേണ്ടി എന്തിനു മുഖ്യമന്ത്രി അഭിമുഖത്തിന് ഇരുന്നു കൊടുത്തു? ഇതൊരു ചോദ്യമില്ലേ? മുഖ്യമന്ത്രിയുടെ ഇടവും വലവും ഈ രണ്ട് പ്രതിനിധികൾ ഇരിക്കുന്നു. ഇവർ രേഖാപരമായി എഴുതി കൊടുക്കുന്നു. ഹിന്ദുവിന്റെ ഭാഗത്ത് ഗുരുതരമായ തെറ്റുണ്ട്, അത് ഹിന്ദു പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റിനാണ് മാപ്പ് പറഞ്ഞത്, അല്ല മുഖ്യമന്ത്രിയോടുള്ള മാപ്പല്ല. കാരണം അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറയാത്ത കാര്യം ഏഡ് ചെയ്യണമെന്ന് ആര് എഴുതി തന്നാലും അത് കൊടുക്കുന്നത് മാധ്യമ മോറാലിറ്റിക്ക് എതിരാണ്. ആ മോറാലിറ്റി ലംഘിക്കപ്പെട്ടതിൽ ഖേദമുണ്ട്, അതിലാണ് അപ്പോളജി. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ഹിന്ദു പത്രം എഴുതി തന്നു. ആ എഴുതി തന്ന സാധനം, അതിൻ്റെ ഒരു ഫോട്ടോ പകർപ്പ് ഹിന്ദു പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മതത്തോടെയാണോ ഈ കൈസൻ അത് എഴുതി കൊടുത്തത്? കൈസന്റെ ലെറ്റർ പേഡിലാണോ? കാരണം മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്നൊരു വാചകം കൂടി ആഡ് ചെയ്യണം എന്നുള്ളത് ആധികാരികപരമായ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്. ആ കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുകളുടെ ലെറ്റർ പേഡിലാണോ അല്ല കൈസന്റേതാണോ? കൈസന്റെ ലെറ്റർ പേഡിലാണ് കൊടുത്തതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വലുകൾ അവരുടെ ഇതിലാണ് കൊടുത്തതെങ്കിൽ ആ കൊടുത്തത് ഗുരുതരമായ തെറ്റാണ്. ആ ലേഖിക നമ്മുടെ ശോഭന നായർക്കെതിരെ കേസെടുക്കണം. ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കണം. ഇവിടെ ഇപ്പോഴും നമ്മുടെ ഡോക്ടർ പ്രേംകുമാർ, അദ്ദേഹത്തിന്റെ മിനിയാന്നത്തെ ഇവിടുത്തെ ഡിബേറ്റിൽ പങ്കെടുത്ത് നടത്തിയ ചർച്ച, അതൊന്ന് രണ്ടാമത് റീപ്ലേ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. ഈ എഴുതി ചേർത്ത മുഖ്യമന്ത്രി അറിയാത്ത ഈ വാചകളോട് എൻ്റെ പ്രിയ സുഹൃത്ത് പ്രേംകുമാർ പ്രസിദ്ധീകരിച്ചത് അതൊരു ഫാക്റ്റാണെന്നാ. അപ്പൊ പ്രേംകുമാറിനെ പോലെ നല്ല മതേതര പ്രതിബദ്ധതയുള്ള നല്ല വിജ്ഞാനമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് പോലും അതൊരു ഫാക്റ്റ് അല്ലേ എന്ന് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഒളിയജണ്ട പോലും കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അനിൽകുമാറും ന്യായീകരിച്ചു. അതേപരി ബാലൻ
AK ബാലൻ ന്യായീകരിച്ചു. സത്യത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ വന്ന് കോഴിക്കോട്ട് വന്ന് ഇതിന്റെ വിശദാംശം പറയുമ്പോഴാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ശരി, അതിനു മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പ്രസ് സെക്രട്ടറിയുടെ ഒരു കത്ത് പോയതായി അത് പരസ്യമാവുന്നത്. എനിക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്.